താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ്. നിങ്ങൾ അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന ദാനമാണ് കൃപ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ഏതെങ്കിലും പ്രവൃത്തികളല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കൃപയാൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഭക്തന് രക്ഷയുടെ അനുഭവത്തെ ദൈവം നൽകുന്നു. പലപ്പോഴും നാം അതൊരു ആത്മീയമായ അർത്ഥത്തിൽ മാത്രം കാണുന്നു, നിത്യതയുമായി ബന്ധപ്പെട്ട്, നിത്യജീവനുമായി ബന്ധപ്പെട്ട്. എന്നാൽ അങ്ങനെയല്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ആദ്യമായി വേദപുസ്തകത്തിൽ കൃപ എന്ന പദം രേഖപ്പെടുത്തിയിരിക്കുന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഫലം എന്താണ്? നോഹ മ്ലേച്ഛതയുടെ താഴ്വരയിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന വിതയും കൊയ്ത്തുമുള്ള പുതിയ ആകാശവും ഭൂമിയും ഒത്തുചേരുന്ന അറാറത്തിന്റെ മുകളിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെടുകയാണ്. ഉയർച്ചയുടെ അനുഭവം ഭൗതിക ജീവിതത്തിൽ, ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ലോക ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. കൃപ നോഹയെ ഉയർത്തി. മരണത്തിൽ നിന്ന് ഒത്തിരി പേർ, തനിക്ക് ചുറ്റുമുള്ളവർ മരിച്ചുപോയി, പാപത്തിൽ മരിച്ചുപോയി, മ്ലേച്ഛതയിൽ മരിച്ചുപോയി, ശിക്ഷാവിധിയിൽ അകപ്പെട്ടു. അവരുടെ മധ്യത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചു, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി. എങ്ങനെ? കൃപയാൽ. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ. ചിലർ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് എത്തിക്കുവാൻ കഴിയാത്ത ഉയരത്തിലേക്ക് എത്തപ്പെടുവാൻ പോകുക. അതെ, കൃപ എന്നെ കേൾക്കുന്ന ചിലരെ ഉയർത്തുക. ഓ താങ്ക് ഗോഡ്. എങ്ങനെ ആ കൃപയുടെ അവകാശികളായി നമുക്ക് മാറുവാൻ കഴിയും? എന്തിനാ? താഴ്ച വന്നുപോയ സ്ഥാനത്ത് നിന്ന് ആ കൃപയാലുള്ള ഉയർച്ച പ്രാപിക്കുവാൻ നാം ഒത്തിരി ശ്രമിച്ചു. ഇതുവരെ ആ ഉയർച്ച പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രവൃത്തികളാൽ അസാധ്യമായത് ദൈവത്തിന്റെ കൃപയാൽ സാധ്യമായി തീരുവാൻ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. മോശയോട് ദൈവത്തിന് കൃപ തോന്നി. എന്താണ് അതിൻ്റെ ഫലമായി മോശയുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്? അതവിടെ നിൽക്കട്ടെ, വഴിയെ നമുക്ക് ചിന്തിക്കാം. 2, എങ്ങനെയാണ് മോശയോട് ദൈവത്തിന് കൃപ തോന്നിയത്? അതാണ് നമുക്ക് അറിയുവാനുള്ളതും. ആ നിലയിലൊരു മാറ്റമാണ് മോശയുടെ ജീവിതത്തിൽ. എന്താണോ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമായി മാറുവാൻ തക്കവണ്ണം സംഭവിച്ചത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കേണ്ടതും സംഭവിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും. അവിടെ പറയുന്നു, മോശയെ ദൈവം അറിഞ്ഞു എന്ന് വെച്ചാൽ ഒരു വെളിപ്പെടുത്തൽ അവിടെ സംഭവിക്കുകയാണ്. കാരണം നമ്മളെല്ലാം ദൈവത്തിനെ അറിയാം. ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും രഹസ്യമല്ല. നമ്മളൊക്കെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിയുകയും കാണുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും, നമ്മുടെ യാത്രകളും, നമ്മുടെ ഉയർച്ച താഴ്ചകളും, നമ്മുടെ കണ്ണുനീരും നിലവിളിയും സന്തോഷവും എല്ലാം കാണുന്ന ദൈവം. ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ മറവല്ല പ്രിയരെ, എല്ലാം കർത്താവ് കാണുന്നുണ്ട്. അപ്പോൾ ആ അറിവല്ല, മറിച്ച് ഭക്തൻ മോശ തന്നെ ദൈവസന്നിധിയിൽ സ്വയം വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞത്? ഒന്നാമതായി, മോശ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മോശ ദൈവത്തിന്റെ പർവ്വതമായ ഹെറോബോളം ചെന്നു. താൻ സുഖലോലുപതനായി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ യാതൊന്നും ചെയ്യുവാനില്ലാതെ സന്തോഷമായിരിക്കുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയപ്പോൾ താൻ ദൈവത്തെ അന്വേഷിച്ചെന്നോ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി എന്നോ അല്ല. നമ്മുടെയൊക്കെ ആഗ്രഹം അതാണല്ലോ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ പറഞ്ഞാൽ, പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടട്ടെ, ഞാൻ പലതും ചോദിച്ചിട്ടുണ്ടല്ലോ, അത് കിട്ടട്ടെ എന്നിട്ട് ആലോചിക്കാം, അല്ലേ? അവിശ്വാസത്തിൻ്റെ 1-ാമത്തെ ലക്ഷണമാണ്. വിശ്വാസി എന്ന് പേർ വിളിക്കുവാൻ നീ യോഗ്യനല്ല. അർത്ഥം, വിശ്വാസി കാണുന്ന മഹത്വമൊന്നും നീ കാണത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു തോമസിനോട് പറഞ്ഞത്, നീ കണ്ടു പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാരായി മാറുവാനാ കർത്താവ് നിങ്ങളെ വിളിച്ചത്. അപ്പോൾ നോക്കി, മോശ എപ്പോഴാ ദൈവത്തെ അന്വേഷിച്ച് പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പർവ്വതമായ ഹെറോബിലേക്ക് കടന്നു ചെല്ലുന്നത്? താൻ 80-നോട് അടുക്കുന്ന സമയത്ത്. അപ്പോൾ മോശ എന്താ ചെയ്യുന്നത്? മോശ ആടുകളെ മേയ്ക്കുകയാണ്. ഒരു 20-കാരന് ആയാസരഹിതമായ ജോലി പോലും കഠിനമായി തോന്നുന്ന പ്രായം. അതല്ലേ മാതാവേ, അതല്ലേ പിതാവേ, വല്ലാതെ തളർന്നു പോകുന്നില്ലേ? ആ ജോലി വല്ലാത്ത കഠിനമാണ്. മറ്റുള്ളവർ ചിരിച്ചുകൊണ്ട് പറയും, ഓ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതല്ലേ, അവർക്ക് പറ്റുന്നുണ്ട്, നിനക്ക് പറ്റുന്നില്ല.
പറ്റുന്നില്ല, കഠിനമാണ്. കർത്താവ് അറിയുന്നു. കർത്താവിനെ അന്വേഷിക്കുവാൻ തയ്യാറാണോ? മോശയെ പോലെ. മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കടന്നു പോവുകയാണ്. തിരികെ വരുന്ന മോശ ആട്ടിടയനായിട്ടല്ല വരുന്നേ. പിന്നെയോ, ഓ സ്തോത്രം, മനുഷ്യരെ ലീഡ് ചെയ്യുന്നവനായി, ലീഡറായി വരിക. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഓ താങ്ക് ഗോഡ്. ദൂത, എന്നെ കേൾക്കുന്ന ചിലരോടുള്ള ദൂത, നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. ചിലരെ ദൈവത്തിൻ്റെ വാക്തത്വത്തിലേക്ക് കരം പിടിച്ചു നടത്തുവാൻ, ഓ താങ്ക് ഗോഡ്, അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ പിടിക്കപ്പെട്ടു പോയ ചിലരെ ദൈവത്തിൻ്റെ വാക്തത്വത്തിലേക്ക്, അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വാക്തത്വത്തിലേക്ക് നടത്തുവാൻ നിന്നെ എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. അന്വേഷിക്കുവാൻ തയ്യാറാണോ? ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ തയ്യാറാണോ? ഓ സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടി നീ അനേകരെ വാക്തത്വത്തിലേക്ക്, അവരുടെ വാക്തത്വത്തിലേക്ക് നടത്തുവാൻ പോവുക. ആമേൻ. അപ്പോ മോശ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു. അവിടെ എന്താണ് കാണുന്നത്? ദൈവ സാന്നിധ്യം എന്താണെന്ന് വ്യക്തമായൊരു ഡെഫിനിഷൻ അവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്. അവിടെ അസാധാരണമായൊരു കാഴ്ച മോശ കാണുകയാണ്. 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, പുറപ്പാട് പുസ്തകം ആണ് കേട്ടോ, മറന്നു പോകരുത്. അസാധാരണം എന്ന് പറഞ്ഞാൽ തീ കത്തുന്നുണ്ട്, പക്ഷേ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. ദൈവസന്നിധിയിൽ പ്രിയരെ നാം അനുഭവിക്കുന്നത്, എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ തീ കത്തും, പക്ഷേ ഒന്നും വെന്തു പോകത്തില്ല. തീയുണ്ട്. നിനക്ക് ചുറ്റുമുള്ള നീ കാണുകയും അറിയുകയും ചെയ്യുന്ന മനുഷ്യർ ഒരിക്കലെങ്കിലും വീണ് എരിഞ്ഞടങ്ങിപ്പോയിട്ടുള്ള തീച്ചൂളയുടെ അനുഭവം നിന്റെ ജീവിതത്തിലും ഉണ്ടാകാം. പക്ഷേ തീ ഉണ്ടാകും, തീച്ചൂളയുണ്ടാകും, നീ വെന്തു പോകത്തില്ല. കാരണം നീ ദൈവ സാന്നിധ്യത്തിലാണ്. സഹോദര സഹോദരി, ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ അടുക്കലായിരിക്കുന്ന നീ വെന്തു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. ആ ജോലി സ്ഥലത്ത് വീണ് കത്തുന്ന തീ, അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. അതേ സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിൽ വീണ തീ, അയ്യോ, പറയുവാൻ പോലും കഴിയാത്ത വിധത്തിൽ വേദനയേറുകയാണ്. സ്തോത്രം. പൊള്ളലേറ്റ് പൊളയുന്നത് പോലെ എൻ്റെ കുടുംബജീവിതം, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ വെന്തു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ആ തീ വീണു. അനേകരുടെ ജീവിതങ്ങൾ വെന്തുപോയി, തകർന്നുപോയി. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. കാരണം നീ ദൈവ സാന്നിധ്യത്തിലാണ്. അതേന്നേ, നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. വേറെ എവിടെയെങ്കിലും നിന്നല്ല. അസാധാരണമായത് മാത്രം സംഭവിക്കുന്ന, അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം സംഭവിക്കുന്ന പ്രൈസർ ഫാമിലിക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ അവിടെ അസാധാരണമായത് കാണുകയാണ്. ദൈവ സാന്നിധ്യം എപ്പോഴും അങ്ങനെയാണ് പ്രിയരെ. അവിടെ അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. അപ്പോൾ പിശാച് ഇവിടം തൊട്ടാണ് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. എന്താ അത്ഭുതം? പിന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലാണെങ്കിൽ അവിടെ അത്ഭുതമുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അത്ഭുതവുമില്ല, ഒന്നുമില്ല. ഓ, ഇനി ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ദൈവസാന്നിധ്യമില്ല. തീ വീഴും, പക്ഷേ വേഗത്തില്ല. തീ വീഴുന്നുണ്ട് സഹോദരി. ആ ബിസിനസ് സിനിമയിൽ കടമെന്ന തീ വീണു, പക്ഷേ അത് തകർന്നു പോകത്തില്ല, ജപ്തിയായി പോകത്തില്ല, വിറ്റു പോകത്തില്ല. അത് നിന്റെ അനുഗ്രഹമാണ്, അത് നിന്റെ നന്മയാണ്. അതേ, അത് വെന്തു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. ആ തലമുറകളുടെ ഭാവി, അതേന്നേ, അത് വെന്തു പോകത്തില്ല. ഓ സ്തോത്രം. തീ വീണതുപോലെ നീറിപ്പിടിക്കുക. രോഗം വെന്തു പോകത്തില്ല. ആ രോഗത്താൽ നീ ഈ ലോകം വിട്ട് മാറ്റപ്പെടത്തില്ല. അപ്പോൾ മോശെ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുന്നു. തീർന്നില്ല. 2, മോശ ഒരു ശബ്ദം കേൾക്കുകയാണ് ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന്. അപ്പോൾ കേൾക്കുന്ന ശബ്ദം ഇതാണ്. 5-ാമത്തെ വാക്യത്തിൽ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അപ്പോൾ സ്ഥലം വിശുദ്ധമെങ്കിൽ അവിടെ അത്ഭുതമുണ്ട്. അവിടെ എന്തെങ്കിലും എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് അത് വിശുദ്ധമായി മാറത്തില്ല. പിന്നെ അത്ഭുതങ്ങൾ നടക്കുന്നിടമാണ് വിശുദ്ധം. അവിടെയാണ് ദൈവ സാന്നിധ്യം ഉള്ളത്. അപ്പോൾ നീ എന്ത് ചെയ്യണം? ചെരുപ്പ് അഴിച്ചു കളക. ചെരുപ്പ് എന്താണ് ഇവിടെ ചെരുപ്പ്? മോശെ മരുഭൂമിയിൽ നടക്കുവാൻ പ്രാപ്തനാക്കി തീർത്തതാണ് ചെരുപ്പ്. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതവും മരുഭൂ സമാനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നാം വെന്തുപോകാതെ നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ചെരുപ്പുകളാണ് നമ്മുടെ അറിവും, നമ്മുടെ കഴിവും, നമ്മുടെ കാര്യപ്രാപ്തിയും, അല്ലേ? ഇതൊക്കെ കൊണ്ടല്ലേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ആ അറിവുള്ളത് കൊണ്ട്, ആ കഴിവുള്ളത് കൊണ്ട്, അതുകൊണ്ടല്ലേ ജോലി ചെയ്യാൻ പറ്റുന്നത്. ആ ക്വാളിഫിക്കേഷൻ, അതുകൊണ്ടല്ലേ ജോലി കിട്ടിയത്, അതുകൊണ്ടല്ലേ കുടുംബം നേരാവണ്ണം പോറ്റി പുലർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ചെരുപ്പുകളുണ്ട്. ദൈവം പറയുക, അതിനെ അങ്ങ് അഴിച്ചു കള. നിന്റെ കഴിവും നിന്റെ പ്രാപ്തിയും നിന്റെ PhDയും അയ്യോ അതൊന്നും ദൈവത്തിന് ആവശ്യമില്ലെന്നേ. ഈ അറിവുകളൊന്നും പൊക്കി പിടിച്ചുകൊണ്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലരുതേ.
ചിലർ ദൈവസാന്നിധ്യം സ്വയമേ ഉണ്ടാക്കിയെടുക്കുക അവരുടെ അറിവുകൾ വെച്ചിട്ട്. അതിനകത്ത് വീണ് ഈയാം പാറ്റകളെ പോലെ എരിഞ്ഞടങ്ങുന്ന പാവപ്പെട്ട വിശ്വാസികളുടെ ഒരു കൂട്ടം. അവിടെ നിൽക്കട്ടെ, നിങ്ങൾ തന്നെ ബാക്കി ഊഹിച്ചെടുത്തോളൂ. തുടർന്ന് മോശ തന്നെ വെളിപ്പെടുത്തുകയാണ്. 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ഞാൻ വാക്ചാതുര്യമുള്ളവനല്ല. കർത്താവേ, എനിക്ക് യാതൊരു കഴിവുമില്ല. ദൈവം തൻ്റെ പദ്ധതികളെല്ലാം വിവരിച്ച് കഴിഞ്ഞതിന് ശേഷം മോശ പറയുന്നു, എനിക്കൊരു കഴിവുമില്ല, എനിക്ക് പരിമിതികളുണ്ട്, ഞാൻ പോരായ്മകളുള്ളവനാണ്, ഞാൻ ഒന്നിനും കഴിയാത്തവനാണ്. എന്നാൽ ഇതാണോ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നത്? നാം കുറവുകളുള്ളവരും പരിമിതികളും പോരായ്മകളും ഉള്ളവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിനും കൊള്ളാത്തവരായിരിക്കുമ്പോൾ ലോകം എന്താ ചെയ്യുന്നത്? നമ്മെ പലതിനും കൊള്ളാകുന്നവരാക്കി തീർക്കുവാൻ വേണ്ടി പെടാപ്പാടുപെട്ട് നമുക്കൊരു മാസ്ക് വെച്ച് തരും, ഒരു മുഖംമൂടി വെച്ച് തരും, പ്രവർത്തികളുടെ ഒരു മുഖംമൂടി അല്ലെങ്കിൽ ഒരു മേലുടുപ്പ് നമുക്ക് ഇട്ട് തരും. എന്നിട്ട് നമ്മളെ കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തും. നമ്മളായി തന്നെ ദൈവത്തിൻ്റെ അടുക്കൽ പോകുവാൻ ഈ ലോകം വിടത്തില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നീ അങ്ങനെ ആവണം, ഇങ്ങനെ ആകണം, അതാകണം. അയ്യോ, ദൈവം നിന്നോട് പറഞ്ഞോ? ദൈവം എങ്ങനെയാ നിന്നെ വിളിച്ചേ? പത്രോസിനെ കർത്താവ് എങ്ങനെയാ വിളിച്ചേ? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പത്രോസ് എങ്ങനെയാ നിൽക്കുന്നേ? പരാജിതനായിട്ട് നിൽക്കുക. അവനെയാ കർത്താവ് വിളിക്കുന്നേ. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിങ്ങളായിരിക്കുന്നത് പോലെ നിങ്ങളുടെ കുറവുകളോടെ, നിങ്ങളുടെ ബലഹീനതകളോടെ, നിങ്ങളുടെ പരിമിതികളോടെ, നിങ്ങളുടെ പോരായ്മകളോടെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലും. ദൈവം നിങ്ങളെ മാറ്റും. ആമേൻ. അല്ലാതെ ലോകത്തിൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ പലതും ചെയ്ത് ദൈവത്തോട് അടുക്കുകയല്ല, മറിച്ച് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ് ചെയ്യുന്നത്. ആദം ഹൗവമാർ ചെയ്തതുപോലെ. അവർ തിരിച്ചറിയുകയാണ് ഞങ്ങളിൽ കുറവുണ്ട്, അതുകൊണ്ട് അവർ പോയി ഒളിച്ചിരുന്നു. ആ പാറയെ അവർ മറവാക്കി വച്ചു. ഇതുപോലെ നമ്മൾ പലതിനെയും മറവാക്കി വയ്ക്കുക, നമ്മെ ദൈവത്തിൽ നിന്ന് മറയ്ക്കുന്നതിന് വേണ്ടി. പക്ഷെ നാം ചിന്തിക്കുന്നത് നാം ദൈവത്തോട് അടുത്ത് ചെല്ലുകയെന്ന. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തിനോട് അടുത്ത് ചെല്ലുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചു നോക്കുക. നിങ്ങൾ ആയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ല്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ മാറ്റും. ഓ, താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിൽ നിന്ന് മാറണമെന്ന്, നിങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, ശീലങ്ങളായിരിക്കാം, നിങ്ങളുടെ പ്രവർത്തികളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളുമായിരിക്കാം. പക്ഷേ മാറ്റുവാൻ കഴിയുന്നില്ല. ശ്രമിക്കുന്നുണ്ട്, മാറ്റുവാൻ കഴിയുന്നില്ല. പൂർണ്ണമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ദൈവത്തിന് മാത്രമേ അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുവാൻ സാധിക്കത്തുള്ളൂ. ഒരു കാലത്ത് ഞാനും ഇങ്ങനെ എൻ്റെ ഒരു ശീലത്തെ മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുടെ വാക്കുകൾ കേട്ടു, പ്രസംഗിക്കുന്നവരുടെ വാക്കുകൾ കേട്ടു, പ്രാർത്ഥിക്കുന്നവരുടെ വാക്കുകൾ കേട്ടു, മോട്ടിവേഷൻ സ്പീച്ചുകൾ കേട്ടു. എന്തിനാ? മദ്യപാനമെന്ന എൻ്റെ ശീലം മാറ്റുവാൻ വേണ്ടി. അതൊരു ചെറിയ ശീലമായിരുന്നില്ല എനിക്ക്. രാത്രി 2 മണിക്കൊക്കെ അലാറം വെച്ച് എഴുന്നേറ്റ് മദ്യപിക്കുന്ന ശീലമായിരുന്നു എനിക്ക്. അങ്ങനെ അത്രമാത്രം മദ്യത്തിന് അടിപ്പെട്ടു പോയി. അപ്പോൾ എല്ലാ ഡിസംബർ 31-നും ഇങ്ങനെ കേട്ടും അറിഞ്ഞും വച്ചിട്ടുള്ള ആലോചനകളുടെ ബലത്തിൽ മദ്യപാനം നിർത്തും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. ചോദിച്ചാൽ പറയും, ഇപ്പം തുടങ്ങിയാലേ വീണ്ടും ഡിസംബറിൽ നിർത്താൻ പറ്റത്തുള്ളൂ, പുതുവർഷം എന്തെങ്കിലുമൊക്കെ വേണ്ടേ? എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്. പലതും വേണ്ട, വിട്ടുകളയണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വിട്ടുകളയുന്ന പലതും അതിനേക്കാൾ വേഗത്തിൽ തിരികെ വരുന്നുണ്ട്. ആ കോപം, അല്ലേ സഹോദരി, സഹോദര, എത്രയോ തവണ ശ്രമിക്കുന്നു, പറ്റുന്നുണ്ടോ? ഇല്ല. 2 ദിവസമൊക്കെ ഉണ്ടാതിരിക്കും. ഇനി അങ്ങനെ സംസാരിക്കത്തില്ല. ആ കൂട്ടുകെട്ട്, ആ പുകവലി, അല്ലേ, ആ ഫോൺ കോൾ, അങ്ങനെ പലതും. പക്ഷെ പറ്റുന്നില്ല. 2 ദിവസം മാറ്റം ഉണ്ടാകും, പിന്നെയും പഴയതിൻ്റെ 3 ഇരട്ടിയാണ്. മുഴുത്ത മനസാന്തരം 3 ദിവസം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സാധ്യമാക്കി തീർത്തു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. മദ്യപിക്കുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അയ്യോ, കുടിയൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, ഇതൊക്കെ ആരാ പറഞ്ഞേന്നേ? ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രാർത്ഥിച്ചത്. ഞാൻ ബാറിലിരുന്ന് വാങ്ങിച്ചു വയ്ക്കുന്ന ഗ്ലാസ്സിന് പുറത്ത് കൈവച്ച് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, ഇതിനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അതിനു മുമ്പ് പലപ്പോഴും മനുഷ്യൻ്റെ വാക്ക് കേട്ടും എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ഞാൻ തുടങ്ങേണ്ടി വന്നത്
ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് മാറ്റിയപ്പോൾ അത് പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് വരെ മടങ്ങി വന്നില്ല. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മദ്യപാനമൊക്കെ നിർത്തിയ ബാറിൻ്റെ ബോർഡ് കണ്ട പേടി, അതുകൊണ്ട് ബാറുള്ള സ്ഥലത്തുകൂടെ പോകത്തില്ല, ആ സ്മെല്ല് വരുന്ന സ്ഥലത്തൂടെ പോകത്തില്ല, സോഡ പൊട്ടിക്കുന്ന കേട്ടാൽ വീണ്ടും ഓടിപ്പോയി കുടിച്ചു കളയും. അങ്ങനെ പേടിച്ചാണ് പലരും ജീവിക്കുന്നത്. ഞാൻ മദ്യപാനം നിർത്തിയതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട ആഹാരം കഴിക്കുവാൻ വേണ്ടി ബാറിൽ പോയിട്ടുണ്ട്, കള്ള് ഷാപ്പിൽ പോയിട്ടുണ്ട്. കള്ള് കുടിക്കുന്നവർ കള്ള് കുടിച്ചു, ആഹാരം കഴിക്കുന്നവർ ഞാൻ ആഹാരം കഴിച്ചു. ഇങ്ങനെ ദൈവം മാറ്റിയാലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവത്തെ സമീപിക്കുക. അർത്ഥം, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ വെളിപ്പെടുത്തുകയാണ്. അപ്പോഴാണ് മോശയോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. 33:17 വായിച്ചു നോക്കിയേ. അറിഞ്ഞിരിക്കുന്നു എന്നല്ല, അടുത്തറിഞ്ഞിരിക്കുന്നു. ഫലം എന്താണ്? ദൈവത്തിന് മോശയോട് കൃപ തോന്നി. അതേ പ്രിയരെ, ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ നിങ്ങൾ പറയുന്നത് ദൈവം ചെയ്യും. സ്തോത്രം, ആമേൻ. അതാതെ സ്തോത്രം. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പറയുന്നത്, സഹോദരൻ, ആ ജോലി സ്ഥലത്ത് മറ്റാരെങ്കിലും പറയുന്നതല്ല, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്, നീ പറയുന്നത്, നീ ആഗ്രഹിക്കുന്നത്, നീ ചിന്തിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. അതങ്ങനെ ദൈവം ചെയ്യുവാൻ പോകുക. സ്തോത്രം. പലരുടെയും ഇഷ്ടവും പലരുടെ ആഗ്രഹങ്ങളും പലരുടെ വാക്കുകളുമാണ് നിന്റെ തൊഴിൽ മേഖലയിൽ ഇതുവരെ നിവർത്തിയായിക്കൊണ്ടിരുന്നത്. ഫലം എന്താണ്? ജോലി നഷ്ടപ്പെടലിൻ്റെ വക്കിലാണ്, ശമ്പളം സമയാസമയം കിട്ടുന്നില്ല, അവിടുത്തെ ആ തൊഴിൽ മേഖലയിൽ നിന്റെ ജീവിതം നരക തുല്യമായി തീർന്നിരിക്കുന്നു. എത്ര അധ്വാനിച്ചിട്ടും അതിന് തക്കവണ്ണം നമ്മളത് കിട്ടുന്നില്ല, നല്ല വാക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. അയ്യോ, ദുരിതം നിറഞ്ഞ അവസ്ഥ. അത് മാറുകയാ. ആരുടെയെങ്കിലും വാക്കല്ല, ഇനി നിന്റെ വാക്കാണ്. സ്തോത്രം. ഇനി നിന്റെ വാക്കാണ്. നീ പറയുന്നത് ദൈവം ചെയ്യുവാൻ പോകുക. സ്തോത്രം. അതേ സഹോദരി, ആരുടെയെങ്കിലും വാക്കിനനുസരിച്ചല്ല ഇനി നിന്റെ കുടുംബജീവിതം മുൻപോട്ട് പോകുവാൻ പോകുന്നത്. ഇതുവരെ മറ്റാരുടെ വാക്കുകളാണ് നിന്റെ ഭർത്താവ് കേട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ദുരന്ത ഫലം, അതിൻ്റെ ദൂഷ്യഫലം നീ അനുഭവിച്ചു. നിന്റെ ജീവിതം നരക തുല്യമായി മാറി. എന്നാൽ സ്തോത്രം, കൃപ ലഭിച്ചവളെ, സ്തോത്രം, നിന്റെ മേൽ കൃപ പകരപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നീ പറയ്, ദൈവം അത് കേൾക്കും. നിന്റെ ഭർത്താവിനെ അത് കേൾക്കുമാറാക്കും. സ്തോത്രം. നിന്റെ ഭർത്താവ് അത് കേൾക്കുക. നിന്റെ വാക്കുകൾ നിന്റെ ഭർത്താവ് കേൾക്കുക. സ്തോത്രം. സന്തോഷമായി സുഖമായി ജീവിച്ച് നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ തക്ക വിധത്തിൽ നിന്റെ വാക്ക് നിന്റെ ഭർത്താവ് കേൾക്കുക. സഹോദര, നിന്റെ വാക്ക് നിന്റെ ഭാര്യ കേൾക്കുക. ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും കൂട്ടുകാരുടെയും വാക്കുകളല്ല, കൂട്ടുകാരികളുടെയും വാക്കുകളല്ല, നിന്റെ വാക്ക്. സ്തോത്രം. നിന്റെ വാക്ക് നിന്റെ ഭാര്യ കേൾക്കുക. ആ അവസ്ഥ മാറുക. ആ നരക തുല്യമായ അവസ്ഥ മാറുക. മാതാപിതാക്കളെ, മക്കൾ നിങ്ങളുടെ വാക്ക് കേൾക്കുവാൻ പോകുക. സ്തോത്രം. നിങ്ങളുടെ വാക്ക് പോലെ മക്കളുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കുവാൻ പോകുക. പലരുടെയും വാക്കുകൾ, ശാപത്തിന്റെ വാക്കുകൾ, അത് അപ്പടി തലമുറകളുടെ ജീവിതത്തിൽ നിറവേറുക. ഒരു ഉയർച്ച കാണുന്നില്ല, താഴേക്കാ. സ്തോത്രം. തകർച്ചയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേൾക്ക്, നിങ്ങളുടെ വാക്ക് പോലെ അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന്, അവർ മാനിക്കപ്പെടുമെന്ന് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് പറയുന്നില്ലേ, മാതാവേ പിതാവേ പേടിക്കണ്ട, ഈ അവസ്ഥയിൽ നീ പുറത്തു വരും, നീ ജയിക്കും, നിനക്കൊരു ഉയർച്ച ഉണ്ടാകും. സ്തോത്രം. എന്നോട് ദൈവം പറഞ്ഞതെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ആ വാക്ക് പോലെ, യെസ്, നീ ആ മക്കളോട് പറയുന്ന വാക്ക് പോലെ അത് സംഭവിക്കുവാൻ പോകുക. സ്തോത്രം. നിന്റെ വാക്ക് അങ്ങനെ തന്നെ ദൈവം നിറവേറ്റും. നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ മാതാവേ പിതാവേ നിങ്ങളുടെ വാക്ക് അങ്ങനെ തന്നെ നിറവേറ്റും. സ്തോത്രം. ആരോഗ്യമായിരിക്കുന്ന നിന്റെ ഭർത്താവിനോട്, നിന്റെ ഭാര്യയോട് നീ പറയുന്ന വാക്കുകൾ, സൗഖ്യത്തെക്കുറിച്ചുള്ള വാക്കുകൾ, അത് അങ്ങനെ തന്നെ നിറവേറുക. സ്തോത്രം. സൗഖ്യമാകുക. നിങ്ങളുടെ വാക്കിന് മുമ്പിൽ ചിലർ സൗഖ്യമാകുക. ആ വാക്ക് ദൈവം നിങ്ങൾക്ക് നിറവേറ്റി തരും. ശുശ്രൂഷക, സ്തോത്രം, ആമേൻ. നിന്റെ വാക്കിന് മുമ്പിൽ സഭയ്ക്കകത്ത് ചിലത് നടക്കുക. സ്തോത്രം. നിന്റെ ശുശ്രൂഷ മേഖലയിൽ ചിലത് നടക്കുക. ആമേൻ. ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഒരു മേലാടയും എടുത്തിട്ട്, അയ്യോ ഞാൻ അത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ആനയാണ്, പൂനയാണ് എന്നൊന്നും പറയാതെ എല്ലാം വിട്ടുകളഞ്ഞ് മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാടെ വീണതുപോലെ അങ്ങനെ പറയാം. ആമേൻ. ഞാനൊന്നുമില്ല കർത്താവേ, യേശോപ്പാ, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു ഗുണവുമില്ല, എന്നിൽ ഒന്നുമില്ല കർത്താവേ, എനിക്കൊന്നിനും കഴിയത്തില്ല. അയ്യോ, അങ്ങനെ വെളിപ്പെടുത്തിയത് കൊണ്ടാ ചില വാക്ക് പറയുമ്പോൾ, ചിലരോട് ചില വാക്കുകൾ പറയുമ്പോൾ അതങ്ങനെ സംഭവിക്കുമാറാകുവാൻ തക്കവണ്ണം ദൈവം കൃപ പകർന്നത്. ആമേൻ. ആ കൃപ, സ്തോത്രം, നിന്റെ വാക്കുകളെ അത്ഭുതങ്ങളാക്കി മാറ്റുവാൻ പോകുക. സ്തോത്രം. ശുശ്രൂഷക, നിന്റെ വാക്കുകൾ അത്ഭുതമായി മാറുവാൻ പോകുക. ജനം തിരിച്ചറിയുക, ദൈവം അവിടെയുണ്ട്.
സ്തോത്രം. അത്ഭുതവും അടയാളവും നടക്കുന്ന നിന്റെ ശുശ്രൂഷയിൽ ദൈവമുണ്ടെന്ന് ജനം തിരിച്ചറിയുവാൻ പോകുക. ദേശത്തിൽ വാക്കുകളുടെയും അറിവിന്റെയും ബലത്തിൽ ജനത്തെ കെട്ടിവച്ചിരിക്കുന്ന സ്തോത്രം പൈശാചിക കെട്ടുകളെ പൊട്ടിച്ച് നിന്റെ അടുക്കലേക്ക് ജനം കടന്നു വരിക. ആമേൻ. നിന്റെ വാക്ക് പോലെ ആ ബിസിനസ്സിൽ സംഭവിക്കുവാൻ പോകുക. ആമേൻ. സ്തോത്രം. അത് നശിച്ചു പോകുമെന്ന് പറയുന്നവരുടെ വാക്കല്ല സഹോദരി സഹോദര, നിന്റെ വാക്ക്. സ്തോത്രം. നിന്റെ വാക്ക്. യെസ്, നിന്റെ വാക്ക്. അതങ്ങനെ സംഭവിക്കുക. എപ്പോഴാ? കൃപ നിറയുമ്പോൾ. വെറും നിറവല്ല, അത് പെരുകും. ഈ പറയുന്നതെല്ലാം സംഭവിക്കുവാൻ തക്കവണ്ണം അത് പെരുകും. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ വെളിപ്പെടുത്തുക. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുക. അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇവിടെ അത്ഭുതങ്ങളുമുണ്ട്, അടയാളങ്ങളുമുണ്ട്. അതാണ് പ്രൈസർ ഫാമിലിയെ നിലനിർത്തുന്നത്. ആമേൻ. ദൈവസാന്നിധ്യം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും വഴിയൊരുക്കും. എന്താ കണ്ടോ? വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല പകലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങിൽ നിന്ന് കേട്ടതുപോലെ ഇപ്പോൾ അടിയന്റെ വാക്കുകൾ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് നിറവേറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. രോഗികളായി എന്നെ കേൾക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. താങ്ക് യു ലോർഡ്. സകല രോഗബന്ധനങ്ങളും നീണ്ട വർഷങ്ങളായി വിടാതെ പിന്തുടരുന്ന രോഗങ്ങൾ, വേദനകൾ, അത് മുഖാന്തരമുള്ള അസ്വസ്ഥതകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. പൈശാചികമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ബാധകൾ, ബാധിപ്പുകൾ വിട്ടുപോകട്ടെ. അശുദ്ധാത്മാവ് വിട്ടുപോകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ തലമുറകളുടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഇപ്പോൾ ഈ വാക്ക് പോലെ ആ വിവാഹ തടസ്സം മാറട്ടെ. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹമായി തീരട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. സ്തോത്രം. അവരെ മുൻപോട്ട് നടത്തുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. സ്തോത്രം. ആ ഇല്ലായ്മകളുടെ അനുഭവങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ഇപ്പോൾ നിറവുണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. സ്തോത്രം. ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ. പുതിയ ജോലികൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ജോലി സ്ഥലങ്ങളിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ, ഇനി ജോലി കിട്ടത്തില്ല എന്ന് ഉറപ്പായി ഭാരത്തോടെ ഇരിക്കുന്നവർ അറിവ് മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുക. താങ്ക് ഗോഡ്. മനുഷ്യരാൽ അസാധ്യം ഇന്ന് പകൽ എൻ്റെ ദൈവത്താൽ സാധ്യമായി തീരുക. കുടുംബജീവിതങ്ങൾ പണിയപ്പെടുക. സഹോദരി, വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. നിന്റെ ഭർത്താവ് മടങ്ങി വരിക. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നിന്റെ ഭാര്യ മടങ്ങി വരിക. തകർന്നു പോയത് പണിതുയർത്തപ്പെടുക. ആമേൻ. ശുശ്രൂഷക പ്രാർത്ഥിക്കുക. നീ ഒരു അത്ഭുതമായി മാറുവാൻ പോകുക. സ്തോത്രം. നിന്റെ വാക്ക് അങ്ങനെ തന്നെ സംഭവിക്കുവാൻ പോകുക. ആ കെട്ട് പൊട്ടുക. ദേശത്തിൽ വിശ്വാസികളെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ട് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പൊട്ടിമാറുക. ഭവനങ്ങൾ പണിയുക. യെസ്, അടിസ്ഥാനങ്ങൾ ഇടുക. സ്തോത്രം. പണികൾ പൂർത്തീകരിക്കപ്പെടുക. അതങ്ങനെ സംഭവിക്കട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ കടവും മാറട്ടെ. എല്ലാ ദാരിദ്ര്യവും മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്തോത്രം. സ്വന്തം ഭവനങ്ങൾക്ക് മുമ്പിൽ വാഹനങ്ങൾ കടന്നു വരട്ടെ. ആമേൻ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കച്ചവടങ്ങൾ, വലുതും ചെറുതുമായിട്ടുള്ള സകല ബിസിനസ്സുകളും സ്വയം തൊഴിലുകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹമായി തീരട്ടെ. വർധനവും വളർച്ചയും ഉണ്ടാകട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. ഇതിവരുടെ വലിയ സാക്ഷ്യത്തിന്റെ ദിവസമായി തീരട്ടെ. ഇന്ന് ഇവർ കേട്ട വാക്ക് പോലെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശവുമായി നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.